ചാനൽ 24 രണ്ടാഴ്ച മുമ്പ് നടത്തിയ ഒരു തമ്മിൽ എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാനും. അന്ധവിശ്വാസം അതാണ് എല്ലാം എന്ന ആ പരിപാടിയിൽ ഞങ്ങൾ യുക്തിവാദികൾക്കും ശാസ്ത്രവാദികൾക്കുമെതിരെ അണിനിരുന്നത് 8 സന്യാസിമാരും ജ്യോത്സ്യന്മാരുമാണ്. അതിൽ പങ്കെടുത്ത മുരാരി ബാബു എന്ന തന്ത്രി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഒരു പീഡന കേസിലാണ്. എല്ലാം സർവ്വലോകത്തിലെ സകലതും പ്രവചിക്കാൻ കഴിയുമെന്ന് എത്ര വീറോടെയാണ് അയാൾ വാദിച്ചത് എന്ന് ആ പരിപാടി കണ്ട എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷെ താന് വളരെ പെട്ടെന്ന് പോലീസിൻ്റെ അറസ്റ്റിലാകുമെന്ന് പ്രവചിക്കാൻ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് എത്ര പരിഹാസ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ജ്യോത്സ്യം എന്ന് പറയുന്നതോ പ്രശ്നവിധി എന്ന് പറയുന്നതോ എത്രമാത്രം അപഹാസ്യമായ അശാസ്ത്രീയമായ കാര്യങ്ങളാണ് എന്ന് ഇനി നമ്മുടെ സമൂഹത്തിന് മനസ്സിലാവുന്നില്ല എന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകാർക്ക് മുന്നിൽ, ഇതുപോലെയുള്ള മനുഷ്യദൈവങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും ആളുകൾ എത്തിച്ചേരാൻ കാരണമാകുന്നത്. 24-ൻ്റെ ഈ പരിപാടിയിൽ വളരെ കൃത്യമായും പങ്കെടുത്തത് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതിൽ ചണ്ടാല ബാബ തുടങ്ങി ബാബു സ്വാമി മുതൽ ദലിത് സ്വാമിമാർ മുതൽ ബ്രാഹ്മണ മുരാരി ബാബു വരെയുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് തോന്നിയൊരു സംശയമെന്ന് ശ്രീകണ്ഠൻ നായരോട് ഞങ്ങൾ ചോദിക്കുകയും ചെയ്താണ്. അതന്നെ ഹിന്ദു മതത്തിൽ മാത്രമേ അന്ധവിശ്വാസമുള്ളൂ, ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഒന്നും അന്ധവിശ്വാസമില്ല, എന്തുകൊണ്ടാണ് പുരോഹിതന്മാരെയോ അല്ലെങ്കിൽ കൃപാസനം ജോസഫിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറേ ഉസ്താദുമാരെയോ പങ്കെടുപ്പിക്കാഞ്ഞത് എന്ന്. പക്ഷെ അവർക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നല്ലോ. ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ചത് ഈ വിധത്തിലായിരിക്കാം. എന്തായാലും നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വളരെ കൃത്യമായി പറയുകയുണ്ടായി എന്താണ് വിശ്വാസം, എന്താണ് അന്ധവിശ്വാസം എന്ന് വളരെ കൃത്യമായി പറയുകയുണ്ടായി. ശാസ്ത്രീയമായ തെളിവില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യ വിഭാഗത്തിന് അപകടകരമായിട്ടുള്ള തെളിവില്ലാത്ത എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. ശാസ്ത്രമെന്ന് പറയുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്, കൃത്യമായ തെളിവുകളുണ്ട്. ശാസ്ത്രമെന്ന് പറയുന്നത് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് എതിരായി വരുന്ന ഏത് കാര്യങ്ങളെയും അന്ധവിശ്വാസത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് യുക്തിവാദികളെ കാണുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ അത്തരം ഒരു ചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് കൃപാസനം ജോസഫിനെ പോലുള്ള ആളുകൾ നടത്തുന്ന, അല്ലെ തങ്കു പാസ്റ്ററെ പോലുള്ള ആൾ നടത്തുന്ന, അതുപോലുള്ള 100 കണക്കിന് പാസ്റ്റർമാർ നടത്തുന്ന അന്ധവിശ്വാസ പ്രചാരണങ്ങളെ, രോഗശാന്തി ശുശ്രൂഷകളടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ബന്ധത്തിൽ ഇറങ്ങുന്ന ഈ കുട്ടി ഉസ്താദുമാർ മുതൽ വലിയ ഉസ്താദുമാർ വരെ മനുഷ്യവിരുദ്ധമായി പ്രഖ്യാപിക്കുന്ന ഇവരെയൊന്നും ഇത്തരം ചർച്ചകൾ എന്തുകൊണ്ടാണ് പങ്കെടുപ്പിക്കാതെ പോയത് എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ആ സംവാദത്തിൽ വളരെ കൃത്യമായി അവരെന്തുകൊണ്ട് വാദിച്ചത് യുക്തിവാദികൾ പറയുന്ന എല്ലാം തെറ്റാണ് എന്നും ഞങ്ങൾ പറയുന്ന ജ്യോത്സ്യം എന്ന് പറയുന്നത് ശാസ്ത്രമാണ് എന്നും ഞങ്ങൾക്കൊരിക്കലും തെറ്റുപറ്റ ആരുടെയിലെന്നും പ്രവചന ജ്യോത്സ്യം എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ചിട്ടുള്ള ശാസ്ത്രമാണെന്നും ഒക്കെ വാദിക്കുമ്പോൾ വളരെ സഹതാപം തോന്നി എന്നുള്ളതാണ് സത്യം. അത് ഏറ്റവും അപഹാസ്യമായ ഒന്ന്. ചണ്ടാല വിഭാഗത്തിൽ നിന്ന് സ്വയം ചണ്ടാല ബാബയാണ്, സ്വയം ചണ്ടാല സ്വാമിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2 യോഗ്യന്മാർ അതിൽ പങ്കെടുത്തു. അതിലെനിക്ക് ഈ ചണ്ടാല ബാബു സ്വാമി എന്ന് പറയുന്ന ആളെ കുറിച്ച് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, അദ്ദേഹം കഴിഞ്ഞ കൊടുങ്ങല്ലൂർ ഭരണി നാളിൽ കൊടുങ്ങല്ലൂരിലെത്തി ഒരു കോഴിയെ കടിച്ചു കീറി ചോര കുടിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ പറഞ്ഞ ചണ്ടാല ബാബ എന്ന പേരിൽ സ്വയം വേഷം കെട്ടി എത്തുന്ന അദ്ദേഹം ഒട്ടേറെ തട്ടിപ്പുകളുടെയും അദ്ദേഹത്തിൻ്റെ പാദപൂജ നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും മീഡിയയിൽ കാണാനിടയായി. ഞാൻ അന്ന് വേദിയിൽ വെച്ച് വളരെ കൃത്യമായി പറഞ്ഞതാണ്, ബ്രാഹ്മണന് സ്വന്തം ഉണ്ടാക്കിയെടുത്ത ഈ യാഗാദി ഹോമ ജ്യോത്സ്യ ആദി വിധികളല്ലേ വാസ്തു തുടങ്ങിയിട്ടുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും ബ്രാഹ്മണന്റെ സ്വത്തായും അവന്റെ വിശേഷാധികാരമായി അവർ ഉപയോഗിക്കുമ്പോൾ അത് മറ്റ് ജനവിഭാഗങ്ങളെ കബളിപ്പിക്കുമ്പോൾ ചണ്ടാള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങളെപ്പോലുള്ളവർ ഇത്ര വേഷം കെട്ടുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചാണ്. ഇത്ര പ്രകാശമാണ് നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ സൈബർ യുഗത്തിൽ ഈ പറയുന്ന ശാസ്ത്രത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നതും പ്രവർത്തിക്കുന്നതും മനസ്സിലാക്കേണ്ടത്. ജ്യോത്സ്യം പറയുമ്പോൾ അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, അല്ലെ അതുപോലുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, യൂട്യൂബും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ പ്രചാരണ പരിപാടികൾ അരങ്ങേറുന്നത്. അപ്പം ശാസ്ത്രത്തിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യകളെയും എല്ലാ നേട്ടങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് അശാസ്ത്രീയത പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഷണമായി മാറിയിരിക്കുന്നു. അത് പൊതുസമൂഹം അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം
നരബലികൾ നടക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ. ദോഷം മാറ്റാൻ വേണ്ടിയുള്ള എന്തെല്ലാം കോമാളി വേഷങ്ങളാണ് ഇത്തരം ബാബമാരും ഇത്തരം സന്യാസിമാരും പയറ്റുന്നത് നമുക്ക് മനസ്സിലാകാം. അതിൽ തോക്കുസ്വാമി എന്ന് പറയുന്ന ഒരാൾ പങ്കെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ഞങ്ങളെ വളരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്, അതെന്താണ് അങ്ങ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ അവകാശമില്ല എന്നാണ് പറഞ്ഞത്. വളരെ കൃത്യമായി ഓം ഹ്രീം എന്ന് മജീഷ്യൻ സാമ്രാജ് പറഞ്ഞ ഉടനെ ഓം ഹ്രീം എന്നൊക്കെ പറയുന്നത് ഹിന്ദുമതത്തിന് വകയാണ് എന്നും അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും അത് ഉച്ചരിക്കാൻ അവകാശമില്ല എന്നും സാമ്രാജ്യത്തിനെതിരെ ആക്രോശിച്ചത് ഈ മുരാരി ബാബുവും തോക്കുസ്വാമിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓം ഹ്രീം അല്ല, കാളിയായാലും ക്ലീം ക്ലീം എന്നൊക്കെ പറയുന്നതൊക്കെ വെറും ശബ്ദങ്ങളെന്നപ്പുറത്തേക്ക് അതിന് യാതൊരു ശക്തിയുമില്ല എന്നും അപഹാസ്യതയാണ് ഈ പറയുന്ന ജ്യോത്സ്യത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും പേര് നടത്തുന്നതൊക്കെ തന്നെ അപഹാസ്യമായ പ്രാകൃത വിശ്വാസങ്ങളാണ് എന്ന് വളരെ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷേ ഇതൊക്കെ എന്തോ ദിവ്യശക്തിയാണ് എന്നും ഇതൊക്കെ സംഹാര ശക്തിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്നും അങ്ങനെ വേണ്ടി വന്നാൽ ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമായി ഞങ്ങൾ മാത്രമല്ല അവിടെ ഇരുന്ന കൊച്ചുകുട്ടികൾ പോലും ചോദിക്കുകയുണ്ടായി, ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുമോ എന്ന്. നിങ്ങൾക്ക് എല്ലാവരുടെയും ഭാവിയും ഭൂതവും പറയാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് വളരെ കൃത്യമായി നിങ്ങൾക്ക് ഈ പറയുന്ന എന്തൊക്കെ അടുത്ത നാളിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് വളരെ കൃത്യമായി പ്രവചിച്ചുകൂടാ? നാളെ ആര് മുഖ്യമന്ത്രിയാവുന്നു എന്നൊരു പറഞ്ഞുകൂടാ? ഒരു നോട്ടിലെ നമ്പർ കൃത്യമായിട്ട് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അല്ലെ അടുത്ത കേരള ഭാഗ്യക്കുറി അടിക്കാൻ പോകുന്ന നമ്പർ എത്രയാണെന്ന് അവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അല്ലെ സംഭവിക്കാൻ പോകുന്ന കൊടുങ്കാറ്റിനെയോ പേമാരിയെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പ്രവചിച്ചതായി ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ല. മറിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായി അവർ വന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതായി ഇരുന്നു എന്ന് പറയുന്ന അപ്പുറത്തേക്ക് അവരൊരിക്കലും പോകുന്നില്ല. സത്യം എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം ഭാവി പോലും നിശ്ചയിക്കാൻ കഴിയാത്ത, നിർണ്ണയിക്കാൻ കഴിയാത്ത ആളുകളാണ് വേദിയിൽ വന്നിരുന്നുകൊണ്ട് ഈ ആധുനിക യുഗത്തിൽ, ഈ സൈബർ യുഗത്തിൽ വളരെ കൃത്യമായും ജനങ്ങൾക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ നടത്തുന്നതെന്ന് പറയാതെ വയ്യ. ഇപ്പോൾ വളരെ കൃത്യമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ജ്യോത്സ്യം ശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കാനുള്ള വളരെ വില കുറഞ്ഞ അല്ലെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ള നിലപാടുകളാണ് അവരെടുക്കുന്നത്. അസ്ട്രോണമിയെയും അസ്ട്രോളജിയെയും മിക്സ് ചെയ്തുകൊണ്ട്, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, അസ്ട്രോണമി എന്ന് പറയുന്നത് ശാസ്ത്രമാണ്, വാന നിരീക്ഷണ ശാസ്ത്രമാണെങ്കിൽ അസ്ട്രോളജി എന്ന് പറയുന്നത് ജ്യോത്സ്യമാണ്. കെപ്ലർ പറഞ്ഞ ഒരു വാക്യമുണ്ട്, കുലീനയായ അമ്മയുടെ കുലടയായ മകളാണ് ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ അസ്ട്രോണമി എന്ന് പറയുന്നത് കുലീനയായ ഒരു മാതാവാണ്. ലോകത്തിലെ നൂറ്റാണ്ടുകളിലൂടെ, അതായത് അരിസ്റ്റോട്ടലിന്റെ കാലം മുതൽ തന്നെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കെപ്ലറുടെ കാലം മുതൽ നടത്തിയിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലെ നൂറ്റാണ്ടുകളിലായിട്ടുള്ള ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് അസ്ട്രോണമി എന്ന് പറയുന്ന ശാസ്ത്രശാഖ വികസിച്ചത്. അതിപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രത്തിന് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ കൃത്യമായ തെളിവുകളുടെയും പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ശാസ്ത്രം തെളിയിക്കപ്പെടുന്നത്. മാത്രമല്ല ശാസ്ത്രം ഒരു കാര്യം പറയുമ്പോൾ അത് ശാസ്ത്രീയമാകണമെങ്കിൽ വളരെ കൃത്യമായും അതിനൊരു സയൻറ്റിഫിക് മെത്തേഡ് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ രീതിയിൽ വേണം അത്തരം പരീക്ഷണങ്ങൾ കാര്യങ്ങൾ നടത്താൻ. അതുപോലെ തന്നെ ഫാക്ച്വാലിറ്റി എന്ന് പറയുന്ന വസ്തുനിഷ്ഠത എന്ന് പറയുന്ന ഒരു കാര്യം ശാസ്ത്രത്തിനുണ്ടാവണം. അതുപോലെ യൂണിവേഴ്സാലിറ്റി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ പറയുന്ന ഏതൊരു കാര്യവും ലോകത്തിൻ്റെ ഏത് പ്രദേശത്ത് പരിശോധിച്ചു നോക്കിയാലും അത് കൃത്യമായിട്ട് തെളിയിക്കപ്പെടാൻ കഴിയുന്നതായിരിക്കണം. അതുപോലെ വെറാസിറ്റി എന്ന് പറയുന്ന വിശ്വാസ്യത അല്ലെങ്കിൽ വസ്തു ബോധം അതിനുണ്ടായിരിക്കണം. അതുപോലെ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ പ്രവചനാത്മകത എന്ന് പറയുന്നത് ശാസ്ത്രത്തിനുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ നിരവധിയായ ഗുണഗണങ്ങളോടുകൂടി നിരവധിയായ ഘട്ടങ്ങൾ കടന്നുകൊണ്ടാണ് ശാസ്ത്രം അതിൻ്റെതായ തെളിവുകൾ ഹാജരാക്കുന്നത്. ഇത് മാത്രമല്ല പ്രത്യക്ഷമായ ജ്ഞാനമുണ്ടാവണം, പ്രകടിതമായ രൂപം ഉണ്ടാകണം, അതിന് ക്യുമുലേഷൻ ഉണ്ടാവണം. അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മാത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നതെങ്കിൽ ജ്യോത്സ്യത്തിനകത്ത് എന്ത് പരീക്ഷണമാണ് നടക്കുന്നത്, എന്ത് നിരീക്ഷണമാണ് നടക്കുന്നത്? കുറെ കബഡി എടുത്ത് വെച്ചിട്ട് അല്ലെ കുറെ മന്ത്രാന്തരങ്ങൾ ചൊല്ലിയിട്ട് അതങ്ങനെയാണ് അതിങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും നല്ല തെളിവ് വളരെ ബാലിശം, എത്രമാത്രം ബാലിശമാണ് ജ്യോത്സ്യമെന്നും എത്രമാത്രമാണ് ജ്യോത്സ്യത്തിന് പേരിൽ ആളുകൾ തട്ടിക്കപ്പെടുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജ്യോത്സ്യത്തിൽ പറയുന്ന ആ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്. നമുക്കറിയാം നവഗ്രഹങ്ങൾ എന്ന് പറയുന്ന
ഏതൊക്കെയാണ് എന്നെല്ലാം അല്ലെങ്കിൽ 4-ലോ 5-ലോ പഠിക്കുന്ന കുട്ടികൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അല്ലെ നമ്മുടെ ക്ഷീരമതത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർക്കറിയാം. പക്ഷേ ജ്യോത്സ്യത്തിലെ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സൂര്യനാണ്, മറ്റൊന്ന് ചന്ദ്രനാണ്, ചൊവ്വയാണ്, ബുധന്, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഇതാണ് ജ്യോത്സ്യത്തിലെ നവഗ്രഹങ്ങൾ. ഇപ്പൊ ഗ്രഹനില നോക്കിയാണ് പറയുമ്പോൾ സൂര്യൻ ഒരു ഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമായ ഒരു ജ്യോതിഷിയോട് ഞാൻ ചോദിച്ചു, സൂര്യൻ ഗ്രഹമാണോ നക്ഷത്രമാണോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രഹവുമാണ് നക്ഷത്രവുമാണെന്നാണ് ആ ജ്യോതിഷി പറയുന്നത്. എത്രമാത്രം വിവരക്കേടിൽ നിന്നുകൊണ്ടാണ്, എത്രമാത്രം അജ്ഞതയിൽ നിന്നുകൊണ്ടാണ് ഈ ജ്യോത്സ്യത്തിലെ ശാസ്ത്രത്തെ കുറിച്ച് വാദിക്കുന്നത് എന്നുള്ളതിന് വളരെ വ്യക്തമാണ്. സൂര്യൻ എന്ന് പറയുന്നത് നക്ഷത്രമാണ്, ചന്ദ്രൻ എന്ന് പറയുന്നത് ഗ്രഹമല്ല, ഉപഗ്രഹമാണ്. രാഹു, കേതു എന്ന് പറയുന്നത് ഗ്രഹങ്ങളല്ല, കേവല സങ്കല്പങ്ങളാണ്. എന്നാൽ യുറാനസ്, മറ്റും പ്ലൂട്ടോ തുടങ്ങിയിട്ടുള്ള ഗ്രഹങ്ങളെ കുറിച്ച് ഒരു ജ്യോത്സ്യന് ഇന്ന് വരെ അറിയില്ല എന്ന് മാത്രമല്ല, അത്തരം സങ്കല്പങ്ങൾ ഉണ്ടാവുന്നത് ജിയോസെൻട്രിക് ആയിട്ടുള്ള ഭൂകേന്ദ്രീകൃതമായ ജ്ഞാനത്തിനുള്ള കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടിലിൻ്റെയോ അല്ലെ ഗലീലിയോയുടെ ഒക്കെ കാലത്തിന് മുമ്പുള്ള ഭൂമി പരന്നതാണ് എന്നും പരന്ന ഭൂമിയുടെ മുകളിൽ കാണുന്നതാണ് ശരിയായ കാര്യങ്ങളെന്നും ഭൂകേന്ദ്രീകൃതമായ ഒരു ജ്ഞാന വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ ജ്യോത്സ്യം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കപ്പെടുന്നത്. മറിച്ച് അത് കുറെ കൂടി വ്യക്തമാക്കിക്കൊണ്ട് അതൊരു സിദ്ധാന്തമായിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോൾ തന്നെ കാലാകാലങ്ങളിലുള്ള യാതൊരു വിധത്തിലുള്ള പരിണാമവും മാറ്റങ്ങളും ഒരിക്കലും അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 9 ഗ്രഹങ്ങളും 64 ഉപഗ്രഹങ്ങളും ചേർന്നാണ് സൗരയൂഥമെന്നും ആ സൗരയൂഥം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് 578 കോടി കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന, നമുക്ക് നമ്മുടെ ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയാത്ത സൂര്യനിൽ നിന്ന് 578 കോടി കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് സൗരയൂഥം. ആ സൗരയൂഥം എന്ന് പറയുന്നത് അതിൽ തന്നെ 10,000 കോടി നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഒരു ഗാലക്സി. എന്ന് പറഞ്ഞാൽ സൗരയൂഥം അടക്കമുള്ള 10,000 കോടി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ഗാലക്സി. ഇത്തരം 10,000 ഗാലക്സികൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത്ര വിശാലമായ അനാദിയായിട്ടുള്ള ഈ പ്രപഞ്ചത്തെയാണ് 7 ഗ്രഹങ്ങൾ, സാങ്കല്പിക ഗ്രഹങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആകാശത്ത് നിൽക്കുന്ന സൂര്യചന്ദ്രന്മാര് അല്ലെ ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഭാവി നിർണ്ണയിക്കുമെന്നുള്ള പരമവിഡ്ഢിത്തരം വിളമ്പാൻ ഇവർക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. അത്തരം വിഡ്ഢിത്തരങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അതിനെ ശാസ്ത്രീയമാണെന്ന് പറയാനുള്ള വിവരദോഷം നമ്മുടെ ഇവിടുത്തെ പഠിച്ചവർക്കുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു ഗതികേട്. അത്തരം ഗതികേടുകൾ ശാസ്ത്രം നമുക്കറിയാം ഇന്ന് അന്യഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് മാത്രമല്ല, മനുഷ്യനെ പോലെ തന്നെ മനുഷ്യനെ നിർമ്മിക്കാൻ കഴിയുന്ന, മനുഷ്യനേക്കാൾ കഴിവുള്ള ഹൈബ്രോയിഡുകളെ അല്ലെങ്കിൽ റോബോട്ടുകളെ അല്ലെ കൃത്രിമ മനുഷ്യ ജീവിതത്തെ സൃഷ്ടിക്കാൻ വരെ ലോകത്തിന് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇന്ന് പ്രസവിക്കാതെ കുട്ടികളുണ്ടാകുന്ന കാലഘട്ടത്തിലേക്ക്, കൃത്രിമ രക്തം നിർമ്മിച്ചെടുക്കുന്ന കാലത്തിലേക്ക് ലോകത്തിലെ ശാസ്ത്രം അതിവേഗം വളരുകയാണ്. നമ്മുടെ ജെനറ്റിക്സും അതുപോലെ തന്നെ നമ്മുടെ സൈബർ കണ്ടുപിടുത്തങ്ങളും ഒക്കെ തന്നെ മനുഷ്യനെ ഒരുപക്ഷെ അമരനാക്കി മാറ്റുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക്കൽ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ മനുഷ്യന്റെ മരണത്തെ പോലും ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ രോഗമില്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ശാസ്ത്രം അതിൻ്റെ അതിവേഗമുള്ള യാത്രകൾക്കിടയിലാണ് ഈ പറയുന്ന പ്രാകൃത ബോധങ്ങൾ, ഈ പറയുന്ന ശാസ്ത്രീയ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് ഈ സൂര്യൻ ഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഈ ഫലജ്യോതിഷം പറയുന്നതും അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മനുഷ്യരെ മുഴുവൻ തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്യുന്ന മുരാരി ബാബു മാത്രമല്ല, ഈ ജ്യോത്സ്യന്മാരെന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും അറബി ജ്യോത്സ്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അറബി ജ്യോതിഷം, അറബി മാന്ത്രികം, ഈ മാന്ത്രവിദ്യയുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് രോഗം മാറാൻ വേണ്ടി ഇത്തരം മഹാന്മാരുടെ മുന്നിലേക്ക് കുട്ടികളെയും സ്ത്രീകളെയും മനുഷ്യരെയും ഒക്കെ തന്നെ വളരെ കൃത്യമായി എറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളം പോയിരിക്കുന്നു നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് കേരളത്തിലെ ഒരു പാസ്റ്റർ അതായത് പറഞ്ഞത് ദൈവത്തിൻ്റെ വോയിസ് മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്ന കോട്ടയത്തെ ഒരാൾ. മറ്റൊരു പാസ്റ്റർ ഇങ്ങനെ ദൈവം കോടിക്കണക്കിന് രൂപ ആളുകളുടെ ഗൂഗിൾ പേ ആയിട്ട് ഇട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത്. ഇതൊക്കെ ഇത്തരം പൊട്ടത്തരങ്ങൾ പറഞ്ഞാൽ
അതിനൊന്നും ചോദ്യം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആരും പോകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മാധ്യമങ്ങളൊക്കെ വളരെ കൃത്യമായി ഇത്തരം ആളുകൾക്ക് അതിശക്തമായി പിന്തുണ കൊടുക്കുകയും അവരുടെ പണം വാങ്ങിക്കൊണ്ട് പ്രചാരവേല നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൃപാസനം പോലെയുള്ള ഒരു സ്ഥാപനം ആലപ്പുഴ ചേർത്തലയ്ക്കടുത്ത് കൃപാസനമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ജോസഫ് അച്ഛനൊക്കെ അയാൾക്ക് പനി വന്നാലോ ചുമ വന്നാലോ അന്നേരം ആശുപത്രിയിൽ പോകുമെങ്കിലും ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഉടമ്പടിയെടുത്ത് ഏത് രോഗവും പരിഹരിച്ചു കൊടുക്കുന്ന, ഏത് പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുന്ന, ഏത് ഗർഭമില്ലാത്തവർക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കുന്ന, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന, പഠിക്കാതെ പരീക്ഷ ജയിപ്പിച്ചു കൊടുക്കുന്ന വിദ്യ നടത്തുമ്പോൾ അതിനെതിരെ യാതൊരു നടപടിയും എടുക്കാൻ കേരളത്തിലെ സർക്കാരിനോ അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങൾക്കോ കഴിയുന്നില്ല. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 15 വർഷമായി കേരള യുക്തിവാദി സംഘ സമരവേദിയിലാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞ മറുപടി വിശ്വാസവും അവിശ്വാസവും വേർതിരിക്കാൻ ഞങ്ങൾക്കറിയില്ല എന്നാണ്. ഏറ്റവും ഒടുവിൽ ഗതികെട്ടുകൊണ്ട് ബില്ല് നടപ്പാക്കുമെന്ന് പറയുന്നെങ്കിലും ഇനി ഏതായാലും 2-3 മാസങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബില്ല് വരാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു വന്നത്, നാമൊക്കെ പഠിച്ചവരാണെന്നും വിദ്യാസമ്പന്നരാണെന്നും പുരോഗമനകാരികളാണെന്നും ഒക്കെ നമ്മൾ വീമ്പിളക്കുമ്പോഴും നമ്മളൊക്കെ ജീവിക്കുന്നത് ആധുനികമായ വേഷവിധാനങ്ങളിൽ ജീവിക്കുമ്പോഴും പ്രാകൃതമായ ഗോത്രകാല വിശ്വാസങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നും, ചരട് കെട്ടിയ മനുഷ്യർ ശരീരമാസകലം ചരട് കെട്ടിയും വേഷം കെട്ടിയും കാവി ധരിച്ചും ഭസ്മം ധരിച്ചും ഒക്കെ തന്നെ വളരെ കൃത്യമായി മത തീവ്രവാദത്തിന്റെ വക്താക്കളായി എല്ലാവരും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അന്ധവിശ്വാസത്തെ നിയന്ത്രിക്കാൻ ആർക്കാണ് കഴിയുക എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളത്. ഒരു സമൂഹം പരിഷ്കൃതമാണെന്ന് പറയണമെങ്കിൽ, ഒരു സമൂഹം പുരോഗമനപരമാണെന്ന് പറയണമെങ്കിൽ വളരെ കൃത്യമായി ആധുനിക ജീവിത രീതികൾ മാത്രം പോരാ, ആധുനിക ചിന്താഗതികളും ഉണ്ടാകണം. കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാനൊന്നും കഴിയുന്നില്ല എങ്കിൽ ശാസ്ത്രത്തിൻ്റെ വലിയ നേട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം ജീവിതത്തിൻ്റെ രീതികൾ മാറ്റിയെടുക്കുമ്പോൾ, ജീവിതത്തെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വളരെ കൃത്യമായി അശാസ്ത്രീയതകൾ നമ്മളെ ഭരിക്കുന്നു എന്നുള്ള ഒരു വസ്തു നമ്മുടെ മുന്നിലുണ്ട്. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ ശാസ്ത്രബോധം, സയന്റിഫിക് ടെമ്പറാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സയന്റിഫിക് ടെമ്പർ നടപ്പിലാക്കാനുള്ള ബാധ്യത ഭരണകൂടങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ശാസ്ത്രബോധത്തിലേക്ക്, ശാസ്ത്രീയതയിലേക്ക്, അന്ധവിശ്വാസങ്ങളിലുള്ള വിടുതിയിലേക്ക് എത്തപ്പെടുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുരാരി ബാബുരെ പോലെയുള്ള ഒരു സ്വാമിമാർക്കും, ഒരു ബ്രാഹ്മണനും, ഒരു ജ്യോതിഷിക്കും അടുത്ത 10 മിനിറ്റിനുള്ളിൽ തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിയാനോ പ്രവചിക്കാനോ കഴിയാത്ത ഗതികേട് പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അകത്താക്കപ്പെട്ടിരിക്കുന്ന ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. എല്ലാ ഭക്തന്മാരാണ്, മുടിഞ്ഞ ഭക്തന്മാരാണ്, അപ്പം ബ്രാഹ്മണരാണ്, അവിടെയും തന്ത്രിയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ അന്ധവിശ്വാസ ബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശാസ്ത്രത്തിന് വഴി മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.